എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്തുകൊണ്ട് ബ്രൂണോ API ടെസ്റ്റിംഗിനെ പ്രിഫർ ചെയ്യണം എന്നുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ്, ഹൗ ആർ കളക്ഷൻസ് സേവ്ഡ്. ബ്രൂണോ യൂസസ് എ പ്ലെയിൻ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ബ്രൂ ടു സേവ് ഇൻഫോർമേഷൻ about API request instead of using a giant JSON file. Git or any version control of your choice can be used to collaborate over API collections. No more horror stories of Bob had the collection for the payment API service, but he left the company last month. പോസ്റ്റ്മാന്റെ കേസിൽ കളക്ഷൻസ് സേവ് ചെയ്യുന്ന JSON ഫയൽസ് ആണ്. കളക്ഷനകത്ത് റിക്വസ്റ്റുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ആ JSON ഫയൽ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് വരും. പക്ഷെ ബ്രൂണോയുടെ കേസിൽ ബ്രൂ എന്നൊരു പ്ലെയിൻ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ API റിക്വസ്റ്റിന്റെ ഡീറ്റെയിൽസ് വളരെ ഈസി മനസ്സിലാകത്തക്ക രീതിയിലാണ് ബ്രൂണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഗിറ്റ് പോലെയുള്ള വെർഷൻ കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്ത് ഈസിലി കളക്ഷൻസ് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. പോസ്റ്റ്മാന്റെ കേസിൽ ഡെവലപ്പർ ഒരു പർട്ടിക്കുലർ API ഡെവലപ്പ് ചെയ്യുമ്പോൾ മിക്ക കേസുകളിലും API കളക്ഷൻ JSON ഫയൽ വലുതായതുകൊണ്ട് തന്നെ ഗിറ്റ് യൂസ് ചെയ്തത് റിപ്പോസിറ്ററിയിലേക്ക് ആഡ് ചെയ്യാൻ മെനക്കെടാറില്ല. അങ്ങനെയുള്ളപ്പോൾ സംഭവിക്കുന്ന മെയിൻ പ്രശ്നം, ഒരു എംപ്ലോയി ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ നിന്ന് പോയി വേറെ ഒരു കമ്പനി ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ കളക്ഷൻ്റെ ഡീറ്റെയിൽസ് മിസ്സാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബ്രൂണോയുടെ കേസ് ബ്രൂ എന്ന ലാംഗ്വേജ് യൂസ് ചെയ്താണ് API റിക്വസ്റ്റ് സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫയലിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കും. ആർക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ് ആ ലാംഗ്വേജിൽ API റിക്വസ്റ്റിന്റെ ഡീറ്റെയിൽസ് ബ്രൂണോ സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു സാമ്പിൾ പിക്ചർ റെപ്രസെൻറ്റേഷൻ ഞാൻ ഇപ്പോൾ കാണിക്കാം. ഇത് ബ്രൂണോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു സാമ്പിൾ ബ്രൂ ഫയൽ. ഇതിനകത്ത് വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഫയലിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. ഗെറ്റ് API ആണ്, ബോഡി ഇല്ല, ഹെഡേഴ്സ് എന്തൊക്കെയാണ്, അസെറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്, ടെസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ബ്രൂ എന്ന പ്ലെയിൻ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്ത് APIയുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നത്. പോസ്റ്റ്മാനെ സംബന്ധിച്ചോളം JSON ഫയൽ യൂസ് ചെയ്താണ് കളക്ഷൻ റിക്വസ്റ്റുകൾ സേവ് ചെയ്യുന്നത്. അത് മാത്രമല്ല, അതൊരു ക്ലൗഡ് ബേസ്ഡ് സ്റ്റോറേജ് ആണ്. അപ്പം ക്ലൗഡിലാണ് കളക്ഷൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് സെക്കൻഡ് പോയിന്റ് എന്താ നോക്കാം. Where are collections saved? Bruno stores your collection directly in a folder on your file system instead of the cloud. Already ഞാനത് പറഞ്ഞു. ബ്രൂണോ എന്ന API ടെസ്റ്റിംഗ് ടൂള് കളക്ഷൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റത്തിനകത്തെ ഫയൽ സിസ്റ്റത്തിനകത്താണ്. പോസ്റ്റ്മാൻ പോലെയുള്ള API ടെസ്റ്റിംഗ് ടൂള് കളക്ഷൻ്റെ ഡീറ്റെയിൽസ് പോസ്റ്റ്മാൻ്റെ ക്ലൗഡ് സെർവറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അടുത്ത പോയിന്റ്, ഹൗ ആർ API requests made? Bruno makes API requests directly from your computer. You are in control of your data. There is no proxy server involved, which is a huge security risk. ബ്രൂണോ യൂസ് ചെയ്ത് എങ്ങനെയാണ് API റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ബ്രൂണോ API റിക്വസ്റ്റ് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഡയറക്റ്റ്ലി ക്രിയേറ്റ് ചെയ്യുവാണ്. ഡേറ്റയുടെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെയാണ്. പോസ്റ്റ്മാൻ്റെ കേസിൽ ഒരു പ്രോക്സി സെർവർ യൂസ് ചെയ്താണ് API റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു പ്രോക്സി സെർവർ ഇൻവോൾവ് ആകുമ്പോൾ തന്നെ ഒരു ഹ്യൂജ് സെക്യൂരിറ്റി റിസ്ക് ഉണ്ട്. അപ്പം ബ്രൂണോയുടെ കേസിൽ അങ്ങനെ പ്രോക്സി സെർവർ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരു സെക്യൂരിറ്റി റിസ്ക് ഇല്ല. അത് മെയിൻ ഒരു അഡ്വാൻറ്റേജ് ആണ്. അടുത്ത പോയിന്റ്, ഓൺലൈൻ വേഴ്സസ് ഓഫ്ലൈൻ. ബ്രൂണോ ഈസ് എ ഡെസ്ക്ടോപ്പ് ആപ്പ് ആൻഡ് ഈസ് മെയ്ഡ് ഫോർ ഓഫ്ലൈൻ യൂസ്. പോസ്റ്റ്മാൻ ഇന്റർനെറ്റ് ഇല്ലാത്ത കേസിൽ വർക്ക് ആകുകയില്ല. പക്ഷേ ബ്രൂണോ ഓഫ്ലൈൻ മോഡിലും വർക്കാവും. അതൊരു ഡെസ്ക്ടോപ്പ് ആപ്പാണ്. അടുത്ത പോയിന്റ്, ടീം കൊളാബറേഷൻ. Bruno is free and open source. Git or any version control of your choice can be used to collaborate over your API collections. Bruno ഫ്രീയുമാണ്, ഓപ്പൺ സോഴ്സുമാണ്. ഗിറ്റ് പോലെയുള്ള സോഴ്സ് കൺട്രോൾ സിസ്റ്റംസ് യൂസ് ചെയ്ത് ഈസിലി കളക്ഷൻസ് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. പോസ്റ്റ്മാൻ്റെ കേസിൽ ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെന്ന് പറയാൻ പറ്റില്ല. പല സർവീസസും അതിൻ്റെ അകത്ത് പെയ്ഡ് ആണ്. ഇനി അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കളക്ഷൻ റൺസ്. വിത്ത് ബ്രൂണോ വൺ ക്യാൻ റൺ കളക്ഷൻസ് ഇൻഫിനൈറ്റ് ടൈംസ്. ബ്രൂണോയിൽ നമ്മൾ ലോക്കൽ കളക്ഷൻ റണ്ണർ യൂസ് ചെയ്ത് കളക്ഷൻസ് ഇൻഫിനൈറ്റ് ടൈംസ് റൺ ചെയ്യാൻ പറ്റും. പക്ഷെ പോസ്റ്റ്മാൻ ഏറ്റവും പുതിയതായിട്ട് കൊണ്ടുവന്ന ചേഞ്ച് എന്ന് പറയുന്നത് ലോക്കൽ കളക്ഷൻ റണ്ണർ യൂസ് ചെയ്ത്
25 തവണ മാത്രമേ കളക്ഷൻ റൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ബെറ്റർ ടൂൾസ് മാർക്കറ്റിലുണ്ട്. ബ്രൂണോ അങ്ങനെ ഒരു ടൂളാണ്. ഈ ടൂൾ യൂസ് ചെയ്ത് നമുക്ക് കളക്ഷൻസ് ഇൻഫിനൈറ്റ് ടൈംസ് റൺ ചെയ്യാൻ പറ്റും. ലോഡിംഗ് NPM modules. With Bruno, one can use package.json to install the NPM modules of your choice and can recur them inside your scripts like how developers normally would. ഞാൻ ഈ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. അത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ. package.json എന്നൊരു ഫയലിനകത്ത് ആവശ്യമുള്ള NPM modules ലോഡ് ചെയ്യിപ്പിച്ചിട്ട് അത് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പോസ്റ്റ്മാൻ്റെ കേസിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബ്രൂണോയുടെ കേസിൽ വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് NPM ലൈബ്രറീസ് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ്, ഡിക്ലറേറ്റീവ് സ്ക്രിപ്റ്റിംഗ്. Bruno supports declarative scripting to update your post response variable by using a simple expression. To learn more, please see here. ഞാൻ ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുവാണ്. ബ്രൂണോയുടെ കേസിൽ നമുക്ക് വേരിയബിൾസ് ആഡ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് യൂസർ നെയിം എന്നുള്ളൊരു പേര് കൊടുക്കുന്നു, അതിനകത്തൊക്കെ വാല്യൂ കൊടുക്കുന്നു. അതുപോലെ പോസ്റ്റ് റെസ്പോൺസ്, അതായത് റെസ്പോൺസ് വന്നതിന് ശേഷം ഒരു വേരിയബിളിലേക്ക് ഇങ്ങനെ വാല്യൂസ് കൊടുക്കാൻ പറ്റും. പോസ്റ്റ്മാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസിയാണ് ഈ പ്രോസസ്സ് ബ്രൂണോയിൽ. അടുത്ത പോയിന്റ്, ഡിക്ലറേറ്റീവ് അസേർഷൻസ്. ബ്രൂണോ സപ്പോർട്ട്സ് ഡിക്ലറേറ്റീവ് അസേർഷൻസ് ടു റൈറ്റ് ടെസ്റ്റ് ബൈ യൂസിങ് സിമ്പിൾ എക്സ്പ്രഷൻസ്. ടു ലേൺ മോർ പ്ലീസ് സീ ഹിയർ. ഞാൻ ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുവാണ്. അപ്പം ഈ ലിങ്കിനകത്ത് അസേർഷൻസ് എങ്ങനെ ബ്രൂണോയിൽ ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് അസേർഷൻസ് ബ്രൂണോയിൽ ആഡ് ചെയ്യാൻ പറ്റും. പോസ്റ്റ്മാൻ വെച്ച് കമ്പയർ ചെയ്യാൻ വളരെ ഈസിയാണ്. അത് മാത്രമല്ല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അസേർഷൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. റെസ് എന്ന ഒബ്ജക്റ്റിനകത്താണ് കംപ്ലീറ്റ് റെസ്പോൺസ് ബ്രൂണോ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം സ്റ്റാറ്റസ് കോഡ് അസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ഡോട്ട് സ്റ്റാറ്റസ് പിന്നെ ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. എന്നിട്ട് എന്താണോ ആ API ഡിസ്പ്ലേ ചെയ്യുന്ന സ്റ്റാറ്റസ് കോഡ്, ആ സ്റ്റാറ്റസ് കോഡ് ജസ്റ്റ് വാല്യൂവിൻ്റെ കോളത്തിൽ കൊടുക്കുക, അത്രേ ഉള്ളൂ. അതുപോലെ റെസ്പോൺസിലെ ഒരു പർട്ടിക്കുലർ കീയുടെ വാല്യൂ ആണ് അസേർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ റെസ്റ്റ് ഡോട്ട് ബോഡി ഡോട്ട് കീ എന്താണോ വരുന്നത് ആ കീയുടെ വാല്യൂ അവിടെ കൊടുക്കുക. അതിനുശേഷം ഓപ്പറേറ്റർ ഈക്വൽസ് യൂസ് ചെയ്യുക. അതിനുശേഷം വരുന്ന വാല്യൂ യൂസ് ചെയ്താൽ മാത്രം മതി. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം ഇത്ര അഡ്വാൻറ്റേജസ് ആണ് മെയിനായിട്ട് ബ്രൂണോ എന്ന API ടെസ്റ്റിംഗ് ടൂൾ എന്നുള്ളത്. ഇതുകൊണ്ടൊക്കെയാണ് ബ്രൂണോ പോസ്റ്റ്മാനെ വെച്ച് നോക്കുമ്പോൾ ഡെവലപ്പേഴ്സും ടെസ്റ്റേഴ്സും ഇപ്പം വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നു. അപ്പം ഒരു പർട്ടിക്കുലർ API ടെസ്റ്റിംഗ് ടൂൾ യൂസ് ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഈ പറഞ്ഞ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇങ്ങനെയുള്ള പോയിന്റ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ API ടെസ്റ്റിങ്ങിന് ബ്രൂണോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.